ഓരോ ദിവസം ചെല്ലുന്തോറും ആര്യൻ്റെ നിലവാരം തറ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. രേണു ചേച്ചിയെ ഒന്ന് തൊട്ടാൽ മതി, ചേച്ചി മരിച്ച് സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് കിടന്ന് ചിരിക്കുകയാണ്. ഇവനീ പറയുന്നത് ശൈത്യം രേണുവും അപ്പുറത്ത് കിടന്ന് കേൾക്കുന്നുണ്ട്. ഇവൻ നേരെ വന്ന് അക്ബറിനോടും ശരത്തിനോടും പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ അക്ബറിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിന്റെ വായിന്ന് വന്ന വാക്ക് സൂക്ഷിച്ചുപയോഗിക്കാൻ പറയുന്നുണ്ട്. വേറെ ആരെ പറ്റിയാണേലും അക്ബറിന് അത്ര പ്രശ്നമില്ല. രേണുവായിട്ട് ഒരു വിഷയം ഉണ്ടായിട്ട് അതൊന്ന് സോൾവ് ചെയ്ത് വന്നതാണ്. ആര്യന്റെ വിചാരം അവൻ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അക്ബറും കൂടെയുള്ളവരും ചിരിക്കുമെന്നാണ്. എന്നാൽ ഇത് ചിരിക്കാതെ വന്നപ്പോൾ അവൻ അക്ബറിന് നേരെ തിരിഞ്ഞു. പിന്നെ ഇവർ തമ്മിൽ നല്ല വഴക്കാണ്. നീ ആരടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നീ എന്നെ എന്ത് ചെയ്യും എന്നൊക്കെയാണ് ആര്യൻ ചോദിക്കുന്നത്. അപ്പോൾ അക്ബറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, അത് പൊളിച്ചിട്ടോ. ഞാനൊന്നും ചെയ്യില്ല, നിന്നെ നാട്ടുകാർ ചെയ്തോളും എന്നാണ് അക്ബർ പറഞ്ഞത്. അക്ബറിനെ എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു, എന്നാലും അക്ബറിന്റെ ഈ ഡയലോഗ് പൊളിച്ചു.